മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ഇന്ന് ആദില ഷാനവാസിന്റെ അടുത്ത് പറയുന്നുണ്ട് അക്ബറിനെ പറ്റിയിട്ടാണ്. പുള്ളി CBI അടിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ആ പുതപ്പിന്റെ കേസ് അനുമോള് പറഞ്ഞപ്പോൾ അതിന് കൂടെ സപ്പോർട്ട് ചെയ്ത ആള് ഇപ്പൊ പറയുന്നുണ്ട് സത്യമാണെന്നൊക്കെ എനിക്ക് അറിയണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഷാനവാസ് പറയുന്നുണ്ട് ആണ് അതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പറയും ആള് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം അതിൽ പറയുന്നുണ്ട് ആര്യനും ഓനിയലും ജിസയിലും ഇത് പറഞ്ഞ് സോർട്ട് ചെയ്തതാണ്. ഇന്നലെ ആള് കുറച്ച് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു, തെറ്റിദ്ധരിപ്പിക്കാനും. എന്നിട്ട് ആൾക്ക് ഇപ്പം അതിൽ ഭയങ്കര കണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. ഈ പ്രാവശ്യം ഒരു വിഷയമില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അക്ബർ അതിനുള്ള പണികളൊക്കെ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവരത് സോർട്ട് ചെയ്തിട്ട് അത് ചീറ്റി പോയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആര്യനും ഉണ്ടായിരുന്നു ആ ഒരു കോൺവെർസേഷനിലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അക്ബർ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയപ്പോൾ ആര്യന് വിഷമമായി. ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഇങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് വിചാരിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആര്യനോട് പറഞ്ഞു ഈ ഒരു ടോപ്പിക്ക് നമുക്ക് ഇഗ്നോർ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് ആദില ഷാനവാസിൻ്റെ അടുത്ത് പറഞ്ഞു. അതിനുശേഷം ഷാനവാസ് പറയുന്നുണ്ട് അക്ബർ ഇപ്പോൾ നൈസായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്, നിങ്ങളെ പുറത്താക്കാൻ നോക്കിയ ആളാണ്. അപ്പം നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിന്നതൊക്കെ ഞാൻ തന്നെയായിരുന്നു ഇത്ര നാളുണ്ടായിരുന്നത്. ഇവനെ കൂടെ നിന്നവന്മാരൊക്കെ പോയി, അപ്പാനിയും പോയി, റെന വരെ പോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ആൾ ഡിപ്പെൻഡൻ്റ് ആണ്, ഒരാൾ ഇല്ലാതെ അയാൾക്ക് സർവൈവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഷാനവാസ് പറഞ്ഞു, അതുകൊണ്ടാണ് നെവിൻ പറഞ്ഞത് ആളെ മറ്റേ ഊഞ്ഞാലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ടാസ്കിൽ എന്ന് പറഞ്ഞത്. തെറ്റിദ്ധരിപ്പിക്കലും ചെയ്യലാണ് ആളുടെ സ്ഥിരം പരിപാടി പറയുന്നുണ്ട്. നെവിൻ്റെ അടുത്തും അവരുടെ അടുത്തൊക്കെ പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. വീണ്ടും നെവിനും അതേപോലെ ഷാനവാസും നമ്മുടെ പ്രശ്നം വീണ്ടും ഉണ്ടാക്കാനായിട്ട് അക്ബർ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ നെവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതിൽ ആകെ പെടുന്നത് നീ മാത്രമേ ആയിരിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അതിൽ പറയുന്നുണ്ട് അനുമോളുടെ അടുത്ത് ഞാൻ പറഞ്ഞു നീ ഫുഡിൻ്റെ ഇതിൽ ഷാനവാസിക്കയുടെ അടുത്ത് ഇങ്ങനെ ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇഗ്നോർ ചെയ്യുന്നതൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറില്ല എന്ന് പറയുന്നത്. പക്ഷേ ഷാനവാസ് ഇങ്ങനെ മനഃപൂർവ്വം ഓരോ കാരണങ്ങൾ കണ്ടെത്തി ഇങ്ങനെ പറയുന്നുണ്ട് അവൾ എൻ്റെ അടുത്ത് മാത്രം ഇങ്ങനെ ചെയ്യുന്നത്, അവൾ ആദ്യമൊക്കെ സപ്പോർട്ട് ചെയ്തത് ഞാനാണ്. ഇത് തന്നെയാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഷാനവാസ്. എന്തിനാണ് ഇത് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറയണേ നമുക്ക് മനസ്സിലാവുന്നില്ല. അതിനുശേഷം പറയുന്നത് മനഃപൂർവ്വം ഫുഡിൻ്റെ ഇതൊക്കെ വരുമ്പോൾ മറ്റുള്ളവർക്കാണ് കൊടുക്കുന്നത്, എൻ്റെ അടുത്ത് ഒരു വേർതിരിവ് കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അവളുടെ കൂടെ നടക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എനിക്ക് നിങ്ങൾ അവളുടെ കൂടെ നടക്കുന്നത് ഒട്ടും താല്പര്യമില്ല. പക്ഷെ എനിക്കങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, അത് നിങ്ങളുടെ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനൊന്നും പറയില്ല എന്നാണ് ഷാനവാസ് പറഞ്ഞത്. ഷാനവാസ് ഇപ്പം എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് മനസ്സിലാവുന്നില്ല. ആകെ ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ പൊളിക്കാനും ചെയ്യുന്നുണ്ട്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും